മുസ്ലിം മതസ്ഥർ താമസിക്കുന്ന പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിളിച്ച കർണാടക ഹൈക്കോടതി ജഡ്ജിക്കെതിരെ സ്വമേധയാ കേസെടുത്ത് സുപ്രീം കോടതി. ജസ്റ്റിസ് വേദവ്യാസാചാർ ശ്രീശാനന്ദയുടെ വിവാദ പരാമർശത്തിൽ കർണാടക ഹൈക്കോടതിയോട് സുപ്രീം കോടതി റിപ്പോർട്ടും തേടി. ജസ്റ്റിസുമാരായ BR ഗവായ്, സഞ്ജീവ് ഖന്ന, സൂര്യകാന്ത്, ഹൃഷികേശ് റോയ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നടപടി. വനിതാ അഭിഭാഷകയോട് നടത്തിയ ആക്ഷേപപരമായ പരാമർശത്തിലും കൂടിയാണ് നടപടി. പടിഞ്ഞാറൻ ബംഗളൂരുവിലെ ഗോരിപാല്യ പ്രദേശത്തെക്കുറിച്ചായിരുന്നു ജഡ്ജിയുടെ പരാമർശം. മൈസൂർ റോഡ് മേൽപ്പാലത്തിനു സമീപമുള്ള ഗതാഗത കുരുക്കിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെയായിരുന്നു പ്രസ്താവന. മൈസൂർ മേൽപ്പാലത്തിലേക്ക് പോയാൽ ഓരോ ഓട്ടോറിക്ഷയിലും 10 പേരെ കാണാം. അതിന്റെ വലതുവശം ചേർന്നുള്ള പ്രദേശം ഇന്ത്യയല്ല, പാകിസ്ഥാനിലെ ഗോരിപാല്യയാണ്. ഇതാണ് യാഥാർത്ഥ്യം. ഇവിടെ നിയമം ബാധകമല്ല. എത്ര കർശനമായി നിയമം നടപ്പിലാക്കുന്ന പോലീസുകാരനായാലും അവിടെയുള്ളവർ അദ്ദേഹത്തെ ഉപദ്രവിക്കും എന്നായിരുന്നു ജഡ്ജിയുടെ പരാമർശം. വിവാദ പരാമർശത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചു. Go to that Mysore Road flyover. Every auto rickshaw has got 10 people. Every auto rickshaw has got 10 people. It is not applicable because the Mysore Road flyover till up to the market from Gauripalya is in Pakistan, not in India. പാകിസ്ഥാൻ പരാമർശത്തിൽ വിവാദം കത്തി നിൽക്കെയാണ് ഇതേ ജഡ്ജി ഒരു വനിതാ അഭിഭാഷകയോട് നടത്തിയ ആക്ഷേപ പരാമർശത്തിന്റെ വീഡിയോ കൂടി വൈറലായത്. ഒരു കേസിൽ വാദം കേൾക്കെ എതിർകക്ഷികളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് അറിയാമെന്ന് തോന്നുന്നുവെന്നും നാളെ രാവിലെ അദ്ദേഹം ഏത് നിറത്തിലുള്ള അടിവസ്ത്രമാണ് ധരിച്ചതെന്നും പറയുമോ എന്നതായിരുന്നു ചിരിച്ചുകൊണ്ട് ജഡ്ജി പറഞ്ഞത്. Yes, he is an income tax assessee. Wait amma. Sorry, sir. ನಿಮಗೆ ಅವ್ರದೆಲ್ಲ ಪೂರ್ತಿ ಗೊತ್ತಿದೆ. ಅದಕ್ಕೆ ನಾಳೆ ಬೆಳಗ್ಗೆ ಕೇಳಿದ್ರೆ ಇನ್ನೇನಾದ್ರು ಹೇಳ್ತೀರಿ, ಅವ್ರು ಯಾವ ಕಲರ್ ಅಂಡರ್ ಗಾರ್ಮೆಂಟ್ಸ್ ಹಾಕ್ತಾರೆ ಅಂತ ಹೇಳ್ತೀರಿ. both are friends and it's a story of carpenter. ഇരു പരാമർശങ്ങളും വിവാദമായതോടെ സുപ്രീം കോടതി ഇടപെടുകയായിരുന്നു. ജഡ്ജിമാർ സംയമനം പാലിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ജഡ്ജിമാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്നും പറഞ്ഞു.